നമസ്കാരം, ഏവർക്കും കുട്ടിക്കലവറയിലേക്ക് സ്വാഗതം. നമ്മുടെ കുസൃതി കൂട്ടങ്ങളായ ഇവാഞ്ചലിനും സാഹിലിനും പറ്റിയൊരു മെൻറ്ററാണ് നമ്മുടെ സൈന. അത് വേറൊന്നും കൊണ്ടല്ല, ഇവരുടെ എല്ലാ കുരുത്തക്കേടിനും സൈന കൂട്ടു നിൽക്കും. ഇവരുടെ ചില കുസൃതി കാഴ്ചകൾ കണ്ട് നമുക്ക് തിരിച്ചു വരാം. ഇതാണ് നമ്മുടെ റൂം. എങ്ങനെയുണ്ട്? കിടില റൂമല്ലേ? പിന്നെന്താ പരിപാടി? രാത്രിയില് ഡാൻസ് കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവ എപ്പോഴും സല്ല അവിടെ കൊടുക്കും. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനമ്മ, എന്താ വീട്ടിൽ വിളിക്കണേ? കുഞ്ഞാപ്പി. അയ്യോ, അറിയില്ലേ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന്? ഒരു 2-3 പേരെങ്കിലും ഉണ്ടാവും. ആരുമില്ല? ആര്? സാദി. അപ്പൊ ഞാൻ ഫസ്റ്റ് മോഹൻലാലിനെ കാണിക്കാം. സുരേഷ് ഗോപി. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ആരോഗ്യം നന്നാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ സൈനയും കൂട്ടുകാരും. നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല ഫുഡൊക്കെ കഴിച്ച് നമുക്കൊന്ന് കാണാം അല്ലേ? ഞാൻ കുഞ്ഞാവയാണല്ലോ. എല്ലാവരും കോംപ്രമൈസ്. കുടിക്കുന്നുണ്ടോ രണ്ടുപേരും? എന്റെ ദൈവമേ, കണ്ടന മസിൽ ഇത് 1/2 kg പോലെ. നമുക്ക് ടേസ്റ്റ് നോക്കാം ഹോളിഡേ ഇന്നിലെ ഫുഡ്. എക്സസൈസും ഫുഡടിയും എല്ലാം കഴിഞ്ഞു. ഇനി ഇവരുടെ സ്വിമ്മിംഗ് പൂളിലെ കാഴ്ചയും കൂടെ കണ്ട് നമുക്ക് തിരിച്ചു വരാം. രണ്ടുപേരും പൂളിൽ എന്നോട് ആളുടെ ഭാഗത്ത് ഇറങ്ങരുത്, ഓക്കെ? വെള്ളത്തിന് തണുപ്പുണ്ടോ നോക്കിയിട്ട് ഞാൻ നീന്തുവള്ളേ. എന്നാ നീ ആദ്യം എന്ത് സാധനം? അതുണ്ടെങ്കിലേ നീന്തുള്ളൂ. കാര്യത്തിൽ എന്താണെങ്കിലും ഒരു തീരുമാനമായി. ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബലൂണ് പോലെ പൊങ്ങി കിടക്കും. നിങ്ങൾക്ക് കാണാം. ഞാൻ എന്താണെങ്കിലും ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ നീന്തൽ പഠിക്കാമോന്ന്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അവിടുന്ന് ഇവിടെ വന്ന് തുടങ്ങാം.
1.35 മീറ്റർ എന്ന് എഴുതിയേക്കുന്നില്ലേ? അവിടെ വന്ന് കൈ ആരാദ്യം ടച്ച് ചെയ്യുന്നോ അവരെ വിന്നർ. അവർക്ക് ഞാനൊരു പ്രൈസ് തരും. 2, 3 സ്റ്റാർട്ട്. ഓക്കെ, അവർക്കൊന്നും ഒരു പേടിയില്ല. അത് എനിക്കുള്ള പേടി പോലും അവർക്കില്ല. അവർ വന്നപ്പോൾ മുതൽ മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കലവറയിലെ എല്ലാവർക്കും വേണ്ടി സൈനയുടെ വക ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ്. കാന്താരി കലവറയിലേക്ക്. ഞങ്ങൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് മിക്സഡ് ഫ്രൂട്ട് ഫലൂഡയാണ്. ഫലൂഡ ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ മിക്സഡ് ഫ്രൂട്ട് ഫലൂഡ ആദ്യമായിട്ടാണ്. മിക്സഡ് ഫ്രൂട്ട് ഫലൂഡ എന്നൊക്കെ പറയുമ്പോൾ കുറേ ഫ്രൂട്ട്സ് ഒക്കെ നല്ലോണം മിക്സ് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ അത് നല്ലൊരു ഹെൽത്തി ഫുഡാണ്. അത് നമ്മുടെ വയറ്റിലൊക്കെ ചെല്ലുമ്പോൾ നല്ല ഡൈജഷൻ ഒക്കെ ഉണ്ടാക്കും. എന്തായാലും ഈ ഫലൂഡ ഞാൻ കഴിച്ചിട്ടൊക്കെ ഉണ്ട്, ഹോട്ടലിലൊക്കെ കയറി. നല്ല ടേസ്റ്റ് ഉണ്ട് ഫലൂഡൊക്കെ. അതിൻ്റെ മണ്ടക്ക് ഐസ്ക്രീമൊക്കെ കോരിയിടുന്നതല്ലേ, ടേസ്റ്റ് കാണാതിരിക്കുമോ? ഫ്രൂട്ട്സ് എല്ലാം ഇടുന്നതൊക്കെ അല്ലേ, അതുകൊണ്ട് എന്തായാലും നല്ല ടേസ്റ്റ് കാണും. ഞങ്ങൾ പരീക്ഷിച്ച് നോക്കുവാണ്. ഞങ്ങൾ ഇപ്രാവശ്യം ഫസ്റ്റ് മേടിക്കും. വെയിറ്റ് ആൻഡ് സീ. Have a new message. Incoming call.
ഉണ്ടാക്കുന്ന മിക്സഡ് ഫ്രൂട്ട് ഫലൂഡ. മിക്സഡ് ഫലൂഡയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: ബനാന, പൈനാപ്പിൾ, സ്ട്രോബെറി സിറപ്പ്, കസ്കസ്, മിൽക്ക്, സേമിയ, ഷുഗർ സിറപ്പ്. പതുക്കെ പൊളിക്കടാ. എന്നെ കാണിക്ക. കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നടന്നു. പകുതി മതി കേട്ടോ. വീണ്ടും പൊളിച്ചിട്ടോ, നമുക്ക് ഇടാൻ സ്ഥലമില്ല. മൊത്തം വേണം നമുക്ക്. ഒന്ന് നിക്കട, ഈ പയല്ലേ ഇവിടെ നിന്ന് മാറ്റട്ടെ. നിനക്ക് സാവകാശം ഇല്ലേ ഇല്ല. ഫലൂഡ ഉണ്ടാക്കാനാ. അത് മുറിച്ച് കഴിക്കുന്നത് സ്വാദം ഉണ്ടാക്കി കഴിക്കാൻ. മൊത്തം കഴിക്കില്ലേ? ആൻഡോ, നമുക്കിത് കട്ട് ചെയ്യാം. ഇതുണ്ടോ സ്റ്റെപ്പ് പോലെ പോന്നേ, ഇങ്ങനെ മാറ്റി വെക്കുന്നേ. അത് ഈ പൈനാപ്പിളിന്റെ മാജിക്കാ. പൈനാപ്പിളിന്റെ മാജിക്കോ? നിന്റെ കൈയുടെ മാജിക്ക്. എന്റെ കൈ പോകാൻ നോക്കാതെയും. ഒരു കാര്യം പറയട്ടെ, നിന്റെ കൈ ഇവിടെ വന്നിട്ട് മുറിച്ചിട്ടുണ്ടോ? ഇവിടെ ചെയ്ത് പാചകം ചെയ്ത് അത് പറഞ്ഞാലേ എനിക്കിട്ട് പണി തരും, അതുകൊണ്ട് വേണ്ട. എനിക്ക് മുറിഞ്ഞിട്ടും ഇല്ല. പിന്നെ എടാ, എന്താ നീ ഫ്രൂട്ട് ഫലൂഡ കഴിച്ചിട്ടുണ്ടോ? ഫ്രൂട്ട് ഫലൂഡ കഴിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. എവിടെ നിന്ന്? കടപ്പുറത്തുനിന്ന്. അത് ഈ ലോകത്തെ കടപ്പുറത്താണോ? നമ്മളിപ്പോ ബനാന കുറച്ച് കട്ട് ചെയ്തില്ലേ? അതല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് ഈ ഫലൂദ? എനിക്കതിനറിയാം. നീ കഴിച്ചിട്ടുണ്ടോ ഇതിന് മുമ്പ്? ഞാൻ കഴിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അറിയില്ലേ? ഫലൂദാന്റെ പേരും ഞാൻ ആദ്യമായിട്ട് തന്നെ കേൾക്കണേ. എവിടുന്ന് കേട്ടിട്ടുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ കഴിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. ഇതെന്തുവാ ഈ സാധനം? മുറിയുന്നോലും ഇല്ലല്ലോ. നോക്കിയും കണ്ടൊക്കെ നിക്കണം. ഇതുണ്ട്, ഞാൻ വരെ എൻ്റെ കൈ പോയിട്ട് ഇതുണ്ട കണ്ട, കൈ പോയിട്ട് വരെ ഞാൻ മുറിക്കുന്നുണ്ട്. ഞാൻ മുറിക്കാം. ശരി, കുറച്ച് നേരത്തേക്ക് അടങ്ങി നിൽക്കുമല്ലോ. എനിക്ക് പുറത്തേക്കുമ്പോൾ ചെയ്യുന്ന കാര്യം. നീ ഒന്ന് ചെയ്യ. നീ മുഴുവൻ ചെയ്താൽ എനിക്ക് സന്തോഷം. നീ ഇത് ഇളക്ക്. പതുക്കെ 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 പതുക്കെ. അയ്യോ അയ്യോ, തൂക്കുന്ന സാധനം എന്താ? തൂക്കുന്ന സാധനം എന്ത് ചെയ്യണം? അയ്യോ, ഇച്ചിരി പാല് ഒഴിച്ചട്ടെ. അങ്ങനെ ചെയ്യണം. നീ കുറച്ചിട്ട് മതി. കുറച്ച്. ഓക്കേ. ഇത് കാണുമ്പോ തവളന്റെ മുട്ട പോലെ ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച് ഇടിയപ്പത്തിന്റെ ഇതാണ്. നീ രണ്ടെണ്ണം ചെയ്തു. ഇതാണ് മീഡിയം ആയടാ. മീഡിയമായി. അതിന് ഞാൻ ഒന്നും ചെയ്യാത്തല്ല. നിനക്ക് ഇങ്ങനെ അണിച്ചിട്ട് എടുക്കോ?
സൂപ്പർ. എനിക്ക് ഈ ഇതാ ഇഷ്ടപ്പെട്ടെ. ഇത് ഞാനാ ചെയ്യുന്നേ, നീയല്ലേ ചെയ്യുന്നേ? ഒരു സ്പൂൺ മതി. പറ്റില്ല, നീ എനിക്ക് ചെയ്യാം. ഒരു പ്രാവശ്യം ഒരു സ്പൂൺ പോലും തന്നില്ല. ഞാൻ ഇതിടാം, ഇത് ചേട്ടനിട്ടോ. ഇത് ഞാൻ അത് ഇട്ടതാ, അത് ക്യാഷിനോട്ട് ഇട്ടതാ. സോറി മൈ ഡിയർ, സോറി മൈ ഡിയർ. മതി മതി മതി, ഇത് മതി, ഇത് മതി, ഇത് മതി. ബാക്കി നിനക്ക് കഴിക്കാൻ തന്ന. വേഗം എടുക്കൂ, വേഗം എടുക്കൂ. എനിക്ക് മണം പിടിക്കുന്നില്ല. വേഗം എടുക്കൂ. പിടിക്കില്ലേ? No eat, my darling. ഓവർ ആക്ടിങ് വേണ്ട. Sorry, my. കുക്കറിങ് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അല്ല, സാധാരണ. എന്നെ പഠിപ്പിക്കണ്ട. നിനക്ക് ഐസ്ക്രീം ഇടാം. ഞങ്ങളിപ്പോ മിക്സഡ് ഫ്രൂട്ട് ഫലൂഡ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. ഓൾമോസ്റ്റ് ശിവാനിയുടെ വയറ് ഫുള്ളായിട്ടും ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട്, അപ്പൊ വയറ് കൂടിയാണ് അവിടെ വയറൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ മിക്സഡ് ഫ്രൂട്ട് ഉണ്ടാക്കാൻ പോവായിരുന്നു, പക്ഷെ ഏട്ടന് എല്ലാം ഇട്ടു. എനിക്ക് ഒന്നും തരുന്നില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചു. ഇടാൻ തന്നാത്ത പോലെ പാലാരിട്ട് ഐസ്ക്രീം ഇട്ടു. അത് രണ്ടെണ്ണം ഇതിട്ടു. അല്ല, എന്റെ ഫലൂദ റെഡി. ഞങ്ങളുടെ ഫ്രൂട്ട് ഫലൂഡ റെഡി. ഞങ്ങളുടെ മിക്സഡ് ഫ്രൂട്ട് ഫലൂഡ റെഡി. ഞങ്ങളുടെ ഫ്രൂട്ട് ഫലൂഡ റെഡി. ഇതെന്താ നോക്കിയേ, കഴിച്ചോണ്ടിരിക്കുക. ഐസ്ക്രീം കണ്ട പിന്നെ എല്ലാവർക്കും ബുദ്ധി വരില്ലേ? ഓ, കൊതി കാരണം കഴിക്കുവാണ്. ഇതുണ്ടോ, ഭയങ്കര ഈസി ആയിട്ടാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയത്. 1 മണിക്കൂർ ഒന്നിച്ച് 1 2 3 4 5 6 7 8 ഞങ്ങള് 8 ഇത് വെച്ചാണ് ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയതല്ല, ഉണ്ടാക്കിയത്. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ ഇട്ടു. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് സ്ട്രോബെറി ക്രഷ് ഇട്ടു, കസ്കസ് ഇട്ടു, സേമിയ ഇട്ടു, പിന്നെ ഐസ്ക്രീം ഇട്ടിട്ട് കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഒരു രസത്തിന് സ്ട്രോബെറി ക്രഷ് വെച്ചു. പിന്നെയും ഐസ്ക്രീം ഇട്ടിട്ട് അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്തു. അത്രയും ചെയ്തു. ഇന്ന് നീ കുറേ ഡിസ്റ്റർബ് ചെയ്തു. പാലിവിടെ നക്കാണ്, ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ എല്ലാം നിന്നു. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മിക്സഡ് ഫ്രൂട്ട് ഫലൂഡ റെഡി. Rain falls, open your eyes. Feel the sunshine drink in the sky. A cool night and refreshing vibe. Soft and slow, let the water grow. Sunshine's worlds collide. Feel your body move side to side. Drink it in then let it fly. Cool and slow, let the ഇന്നത്തെ കാന്താരി പാചകത്തിലെ വിജയി ദിയയും അദ്വൈതുമാണ്. അന്താക്ഷരി കളിക്കാത്തവരായി ആരും കാണില്ല അല്ലേ?
നമ്മുടെ കുട്ടിക്കലവറയിലും നടന്നു ഒരു അന്താക്ഷരി മത്സരം. ഇന്നത്തെ ആഘോഷത്തിന് തിരശീല വീഴുന്നത് സംഗീതത്തിന്റെ അകമ്പടിയോടെയാണ്. കുട്ടിവീരന്മാർ പാടി തിമിർക്കുകയാണ്. പാട്ടെന്ന് പറഞ്ഞ ചില്ലറ പാട്ടൊന്നുമല്ല. ശ്രുതിയും താളവും രാഗവും സംഗതിയും എല്ലാം വെച്ച് ഒരു അലക്കലക്കുകയാണ് നമ്മുടെ കുട്ടി ഗായകർ. Taca no sal, 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 taca no sal.